റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലെ കുറ്റപത്രത്തിന്റെ മുഴുവൻ പകർപ്പും റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. ജില്ലാ കളക്ടറുടെ മൊഴിയുടെ പൂർണ്ണ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. മന്ത്രി കെ രാജനോട് എല്ലാം പറഞ്ഞിരുന്നുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. യാത്രയയപ്പിന് ശേഷം ADM ചേംബറിലെത്തിയപ്പോൾ PP ദിവ്യയുടെ ആരോപണത്തെക്കുറിച്ച് ADMനോട് ചോദിച്ചുവെന്നും ഫയലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് വൈകിയെന്ന് മറുപടി കിട്ടി. അതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അരനിമിഷം തല താഴ്ത്തി തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞതായി കളക്ടറുടെ മൊഴിയിലുണ്ട്. നവീൻ ബാബു ചേംബറിന്റെ വാതിൽ വരെ പോയി തിരിച്ചു വന്നു. അവരുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് തോന്നുന്നതായി ADM പറഞ്ഞു. ADMനെ ആശ്വസിപ്പിച്ച് മടക്കി. ഇത്രയുമാണ് ആ വിവാദമായ ഭാഗത്തുള്ളത്. ഇനിയുണ്ട്. യാത്രയപ്പിനെ കുറിച്ചും ADM പറഞ്ഞതിനെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞു. പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്നും മന്ത്രി പറഞ്ഞതായി കളക്ടർ പറയുന്നു. അർജുൻ കല്യാണും TV പ്രസാദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കെ രാജൻ അന്ന് പറഞ്ഞതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അതായത് ഈ സംഭവം അറിഞ്ഞതിനു ശേഷം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം. നവീൻ ബാബുവിൻ്റെ മരണം വ്യക്തിപരമായിട്ടും റവന്യൂ കുടുംബത്തിനും വലിയ ദുഃഖമുണ്ടാക്കുന്നതാണ്. തികച്ചും ദൗർഭാഗ്യകരമായിപ്പോയി. നവീനെക്കുറിച്ച് ഇതുവരെ ഏതെങ്കിലും വിധത്തിൽ മോശപ്പെട്ടൊരു പരാതിയും നമ്മുടെ മുമ്പിൽ ലഭ്യമില്ല. വ്യക്തിപരമായ എൻ്റെ അറിവനുസരിച്ച് നല്ല കഴിവുള്ള സത്യസന്ധനായ ചുമതലകൾ ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥനുമാണ്. പൂർണ്ണമായ വിശദാംശങ്ങൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. സഭയിലിരിക്കുന്ന നേരത്താണ് ഈ വിവരം ലഭ്യമായത്. സഭയിൽ നിന്ന് അടിയന്തര പ്രമേയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം പാർട്ടി കമ്മിറ്റിക്ക് വേണ്ടി ഇറങ്ങിയുള്ളൂ. ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് അല്ല, ഞാൻ പറഞ്ഞത് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മോശഭിപ്രായം ഉണ്ടാകുന്ന വിധത്തിൽ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. നല്ല ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞങ്ങളുടെ ധാരണ. സാധാരണ നിലയിൽ ആ ധാരണ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അത് വ്യക്തിപരമായ എൻ്റെ ബോധ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അത് പൂർണ്ണമായും ആ വിധത്തിൽ കഴിഞ്ഞ കുറേ കാലമായി മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞതാണ് ഇപ്പോൾ കേട്ടത്. രേഖാമൂലമുള്ള ഒരു പരാതിയും ആ സമയം വരെ റവന്യൂ വകുപ്പിന് കിട്ടിയിരുന്നില്ല എന്ന് ഓർമ്മിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാവും റവന്യൂ വകുപ്പ് മന്ത്രി ഇത് പറഞ്ഞത്. എന്നാൽ മന്ത്രിയോട് തലേ ദിവസം, അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ADM തൻ്റെ ചേംബറിൽ നിന്ന് പോയതിനു ശേഷം കളക്ടർ ഇക്കാര്യങ്ങൾ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് മൊഴിയിൽ പറയുന്നത്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദും. അർജുൻ കല്യാട്, ഈ വിവരങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രിയെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് കളക്ടർ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതേപോലെ ADM നവീൻ ബാബു കളക്ടറുടെ ചേംബറിലെത്തി തനിക്ക് തെറ്റുപറ്റി എന്നും അതിൽ അവരുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് താൻ സംശയിക്കുന്നതായി പറഞ്ഞു എന്നുമുള്ള വിവരങ്ങളൊക്കെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് നമ്മൾ ആധികാരികമായി രേഖ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കൊടുക്കുകയാണ്. നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി എടുത്ത രേഖയാണ്. ആ രേഖയിൽ ആ മൊഴികൾ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അല്ലേ അർജുൻ കല്യാൺ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെയും ജില്ലാ കളക്ടറുടെയും PP ദിവ്യയുടെയും വിവാദ പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തിൻ്റെയും ഒക്കെ മൊഴികളായി പല രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ആധികാരികമായി ആ മൊഴിപ്പകർപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് നമ്മൾ നൽകുകയും ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള മൊഴി തന്നെയാണ്. ആ ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ യാത്രയപ്പിന് ശേഷം യാത്രയപ്പ് സമ്മേളനം നടന്ന് PP ദിവ്യ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് മടങ്ങിയതിനു ശേഷം താൻ ചേംബറിലേക്ക് പോയി. അതിന് തൊട്ടു പിന്നാലെ തന്നെ ADM നവീൻ ബാബു ചേംബറിലേക്ക് എത്തുകയും അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ മൊഴിയുടെ ഭാഗമായി കളക്ടർ സൂചിപ്പിക്കുന്നത്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഫയലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടായി എന്നുള്ള കാര്യം ADM കളക്ടറോട് പറഞ്ഞു. അതിനുശേഷം കളക്ടർ ഈ പറയുന്ന ADMനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് എന്താണ്, അതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ജില്ലാ കളക്ടർ ചോദിച്ചു. അപ്പോൾ നവീൻ ബാബു പറഞ്ഞിരിക്കുന്നത് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതിന് പിന്നാലെ തന്നെ അതിനുശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ കളക്ടർ ശ്രമിച്ചു. പക്ഷേ അതിനുശേഷം ADM നവീൻ ബാബു ഈ ചേംബറിൻ്റെ വാതിൽ വരെ മടങ്ങിപ്പോവുകയും പിന്നീട് തിരിച്ചെത്തുകയും അതിനുശേഷം അദ്ദേഹത്തോട്, അതായത് ജില്ലാ കളക്ടറോട് പറഞ്ഞിരിക്കുന്നതായി മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം, അവരുടെ കയ്യിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ട് എന്ന് തോന്നുന്നു എന്നുള്ള കാര്യം. അതായത് ഈ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ വാക്കുകൾ ഇങ്ങനെ ഈ പറയുന്ന മൊഴിയിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ടോൾഡ് മീ ഹാഡ് എ കൺസേൺ ദാറ്റ് ദ റെക്കോർഡിംഗ് റിഗാർഡിംഗ് ഹിസ്
മിസ്റ്റേക്ക് മസ്റ്റ് ബി ദർ വിത്ത് ദ കംപ്ലയിൻസ്. അതായത് പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള റെക്കോർഡിംഗ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം സംശയിക്കുന്നതായി ADM നവീൻ ബാബു പറഞ്ഞിരുന്നു. അതിനുശേഷം അതായത് അന്ന് ഈ യാത്രയയപ്പ് സമ്മേളനം നടക്കുന്നു. അന്ന് വൈകുന്നേരം 4:10 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PP ദിവ്യ ജില്ലാ കളക്ടറെ വിളിക്കുകയും അതിന് ആ ഫോൺ കോൾ 2 മിനിറ്റ് 13 സെക്കൻഡ് നീണ്ടു നിന്നു എന്നുള്ള കാര്യം കൂടി ഈ മൊഴിയിൽ ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: the complaint had been filed the government and that the matter will be urgently investigated. അതായത് ഒരു പരാതി സർക്കാരിലേക്ക് നൽകിയിട്ടുണ്ട്, അത് അടിയന്തരമായി അന്വേഷിക്കുമെന്നുള്ള കാര്യം PP ദിവ്യ ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നതായും ഈ മൊഴിയിലുണ്ട്. അതിനുശേഷം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം: ആഫ്റ്റർ ഗെറ്റിംഗ് മൈ ക്യാമ്പ് ഓഫീസ് ഇൻ ദ സെയിം ഡേ, അതായത് അന്നേ ദിവസം തന്നെ ക്യാമ്പ് ഓഫീസിൽ എത്തിയതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി കോൾഡ് ഹോണറബിൾ റവന്യൂ മിനിസ്റ്റർ ശ്രീ K. രാജൻ in private 6:04 PM and informed him the incident at the send-off and the subsequent conversation with the ADM. അതായത് യാത്രയയപ്പ് സമ്മേളനത്തിനെ പറ്റിയും ADM അതിനുശേഷം ചേംബറിലേക്ക് എത്തി കളക്ടറോട് സംസാരിച്ചിരുന്ന കാര്യവുമൊക്കെ റവന്യൂ മന്ത്രി K. രാജനോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ മൊഴിപ്പകർപ്പിൽ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്നത്. ജില്ലാ കളക്ടർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴിയുടെ ഭാഗമായി രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇത് തന്നെയാണ്. എന്നാൽ ഈ ആത്മഹത്യയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രി K. രാജൻ നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്: വിശദാംശങ്ങൾ താൻ കേട്ടിട്ടില്ല, സഭയിൽ നിന്നും ഇപ്പോൾ ഇറങ്ങിയത് ഇപ്പോഴാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന രീതിയിലാണ് രാജൻ അന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. കലക്ടർ ഇക്കാര്യങ്ങൾ റവന്യൂ മന്ത്രിയോട് തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു എന്നുള്ള ഒരു സംശയം നിൽക്കുന്നു. റവന്യൂ മന്ത്രി ഇക്കാര്യം തലേ ദിവസം തന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം ഇതിന്റെ വിശദാംശങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ള പ്രതികരണം എങ്ങനെ വന്നു എന്നുള്ള സംശയം നിലനിൽക്കുന്നു. എന്തായാലും ഒരു അവ്യക്തത ഈ സംഭവത്തിന്റെ ഭാഗമായി. കളക്ടറോട് പറഞ്ഞത് രേഖാമൂലം പരാതിയുണ്ടെങ്കിൽ അത് പരിശോധിക്കണം എന്നുകൂടിയാണ്, അല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് തന്നെ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹി റെസ്പോണ്ടഡ് ദാറ്റ് ദ ഫോർമൽ എൻക്വയറി ക്യാൻ ബി മെയ്ഡ് ആസ് ആൻഡ് വെൻ എ ഫോർമൽ കംപ്ലൈൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് ഔദ്യോഗികമായി പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായി അന്വേഷിക്കണം അല്ലെങ്കിൽ അന്വേഷിക്കാമെന്നുള്ള പ്രതികരണമാണ് റവന്യൂ മന്ത്രി K. രാജൻ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു അവ്യക്തത ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരുകയാണ് ഡോക്ടർ അരുൺ.